മഹാനായ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരറിയപ്പെടുന്ന മഹാൻ ജീവിച്ചിരുന്നടോ. മഹാനായ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പടച്ചവനെ ജീവിച്ചിരുന്നു. സാബിത്ത് ബിൻ അസ്ലം എന്ന് പറയുന്ന ഒരു മഹാനായ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മഹാനവറുകൾ ലോകത്തോട് വിട പറയുകയാണ്. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് യാത്ര പറയുകയാണ്. നാട്ടുകാര് മുഴുവനും അറിയുകയാണ്. ലോകമറിയുന്ന പണ്ഡിതനാണ്. നാട്ടുകാര് മുഴുവനും അറിയുകയാണ്. ജനങ്ങൾ മുഴുവനും വീട്ടിലേക്ക് കടന്നു വന്നു. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കാണാൻ എല്ലാവരും വീട്ടിലേക്ക് കടന്നു വന്നു. പടച്ചവനെ മുഖത്ത് കണ്ട പ്രകാശം കണ്ടപ്പോ മയ്യത്ത് കണ്ടവര് മുഴുവനും പറയുന്നു, എന്ത് പ്രകാശമാണ് തമ്പുരാന്, എന്തൊരു ചിരിയാണ് തമ്പുരാന്, എന്തൊരു മരണമാണ് തമ്പുരാന്. എല്ലാവരും പറയുന്നു, നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. വന്നവർ മുഴുവനും പറയുന്നു നല്ല മരണമാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നാണ് ജനം വന്നതെന്നറിയില്ല. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എവിടെ നിന്നാണ് ജനം വന്നതെന്നറിയില്ല. അവിടെ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ എടുത്തു കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ടുപോയി കബറടക്കുകയാണ്. ആ ജനാസ കബറടക്കുകയാണ്. പടച്ചവരെ, ജനാസ കബറടക്കി കഴിഞ്ഞപ്പോ ജനങ്ങൾ മുഴുവനും പിരിഞ്ഞു പോവുകയാണ്. ഒരുപാട് യാത്രക്കാരുണ്ട്. ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കാണാമെന്നവരുണ്ട്. അങ്ങനെ ജനങ്ങൾ മുഴുവനും പിരിഞ്ഞു പോവുകയാണ്. പള്ളിയിലൊക്കെ ജനങ്ങൾ കിടന്നുറങ്ങുകയാണ്. യാത്രക്കാരായത് കാരണം ഒരുപാട് പേര് പള്ളിക്കകത്ത് കിടന്നു. അറിവ് പഠിക്കുന്നവര് പള്ളിക്കകത്ത് കിടന്നു. പലരും വീടുകളിൽ പോയി കിടക്കുകയാണ്. രാത്രി അതാ എല്ലാവരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം സുബഹി നമസ്കാരത്തിന് വേണ്ടി ജനങ്ങൾ മുഴുവനും പള്ളിയിലേക്ക് കടന്നു വരികയാ. എല്ലാവരും പിറ്റേ ദിവസം സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നു. പള്ളിയിൽ വന്നവർ മുഴുവനും പറയുന്നത് എന്തെന്നറിയുമോ? റഅയ്നാ സാബിതൻ യുസല്ലി ഫീ ഖബ്രിഹി. നാട്ടുകാര് സ്വപ്നം കാണുകയാണ്. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു മരിച്ച ഖബറിനകത്ത് കൊണ്ടുവച്ചതിന്റെ രാത്രിയിലുണ്ടല്ലോ, ആ നാട്ടില് പലരും സ്വപ്നം കാണുകയാണ്. പള്ളിക്കകത്ത് കിടന്നവരും സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം കണ്ടതെന്നറിയുമോ? റഅയ്നാ സാബിതൻ യുസല്ലി ഫീ ഖബ്രിഹി. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി, ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി പലരും സ്വപ്നം കാണുകയാണ്. ഓരോരുത്തരും പറയാൻ തുടങ്ങി, ഞാൻ കണ്ടു, ഞാൻ കണ്ടു, ഞാൻ കണ്ടു. എല്ലാവരും ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ജനങ്ങൾക്ക് മുഴുവനും വല്ലാത്ത അത്ഭുതമായി. ആരെങ്കിലും ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുമോ? ആരെങ്കിലും ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുമോ? ഈ സാബിത്ത് ബിൻ അസ്ലമിന് അല്ലാഹു അങ്ങനെ ഒരു പദവി കൊടുക്കാൻ, അങ്ങനെ ഒരു വലിയ പ്രതിഫലം കൊടുക്കാൻ കാരണം എന്താണെന്നറിയണമല്ലോ. കാരണം എന്താണെന്നറിയണമല്ലോ. ജനങ്ങൾ മുഴുവനും തീരുമാനമെടുത്തു. ജനങ്ങൾ മുഴുവനും തീരുമാനമെടുത്തു. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു പോവുകയാണ്. സുബഹി നമസ്കരിക്കാമെന്ന ജനങ്ങളുണ്ടല്ലോ. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അതാ സാബിത്ത് ബിൻ അസ്ലം തങ്ങളുടെ പൊന്നുമോളെ കാണുകയാണ്. തന്റെ ഏറ്റവും ചെറിയ മകളെ കാണുകയാണ്. ആ മകളെ അടുത്തേക്ക് വിളിച്ചു. ആ മകളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ
മോളെ, നിന്റെ വാപ്പ മരിച്ചതിന്റെ സങ്കടത്തിലോ, നിന്റെ വാപ്പ മരിച്ചതിന്റെ വേദനയിലാ. ഞങ്ങൾക്കറിയാം നീ സങ്കടത്തിലാണെന്ന്, നീ വല്ലാത്ത വേദനയിലാണെന്ന്. പക്ഷേ മോളെ, ഇന്നലെ രാത്രി നിന്റെ വാപ്പയെ ഞങ്ങളെല്ലാവരും സ്വപ്നം കണ്ടു. നിന്റെ വാപ്പ ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം കണ്ടതെന്നറിയുമോ? നിന്റെ വാപ്പ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായിട്ടാണ് ഞങ്ങളെ സ്വപ്നം കണ്ടത്. പൊന്നുമോളെ, നിന്റെ വാപ്പയ്ക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാൻ, നിന്റെ വാപ്പയ്ക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാൻ നിന്റെ വാപ്പ ചെയ്ത നന്മ എന്താണ്? നിന്റെ വാപ്പ ചെയ്ത നന്മ എന്താണ്? സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോളോട് നാട്ടുകാര് മുഴുവനും ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ സുബഹിക്ക് എഴുന്നേക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? എന്നെ ആരും വിളിച്ചുണർത്താറില്ല, എന്നെ ഒരാളും വിളിച്ചുണർത്താറില്ല. പിന്നെ ഞാൻ എഴുന്നേക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? എന്റെ ഉപ്പാടെ കരച്ചില് കേട്ടിട്ടാണ്, എന്റെ ഉപ്പയുടെ കരച്ചില് കേട്ടിട്ടാണ്, എന്റെ ഉപ്പാടെ ദുആ കേട്ടിട്ടാണ്. എന്റെ ഉപ്പ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ഇൻ കുന്ത അഅതൈത അഹദൻ അസ്സലാത ഫീ ഖബ്രിഹി. എന്റെ വാപ്പ ദുആ ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. വർഷങ്ങളായി എന്റെ വാപ്പ ദുആ ചെയ്യുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നിട്ട് എന്റെ വാപ്പ ദുആ ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞാൻ വെളുപ്പാങ്കാലത്തിൽ എഴുന്നേക്കുന്നത്. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ മകള് പറയുകയാണ്, എന്റെ വാപ്പ ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? എന്റെ വാപ്പ ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാൻ ആർക്കെങ്കിലും നീ ഭാഗ്യം കൊടുത്താൽ ആ ഭാഗ്യം എനിക്ക് തരണേ അല്ലാ. സാബിത്ത് ബിൻ അസ്ലം തങ്ങൾ റബ്ബിനോട് ദുആ ചെയ്ത ദുആയാണ്, ആർക്കെങ്കിലും ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാൻ നീ അനുവാദം കൊടുത്താൽ ആ അനുവാദം എനിക്ക് തരണേ തമ്പുരാനെ എന്നെന്റെ വാപ്പ ദുആ ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞാൻ എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് സുബഹിക്ക് എഴുന്നേക്കുന്നതെന്ന് മരിച്ചുപോയ വാപ്പയെ കുറിച്ച് ചോദിച്ചപ്പോ സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, ഈ വാളുകൾ കാമെന്നിരിക്കുന്ന മുസ്ലിമേ, നീ മരിച്ചു കഴിഞ്ഞാൽ നീ നല്ലവനായിരുന്നു എന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? നാട്ടുകാരല്ല, മഹല്ലുകാരല്ല, ഉസ്താദന്മാരല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ രക്തത്തിൽ പറന്ന നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ മക്കള് പറയണമല്ല, എന്റെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു, പടച്ചവരെ 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, എന്റെ ഉമ്മ അല്ലാഹനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു പെണ്ണായിരുന്നു. റബ്ബേ, എന്റെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നമ്മുടെ മക്കള് പറയണം അല്ലാഹുവിനോട്. നമ്മുടെ മക്കള് വേണം നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ, നമ്മുടെ മക്കള് വേണം നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. വയലുകൾ കാമെന്നിരിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ മുമ്പിൽ നിന്റെ പൊന്നാര മക്കള് നിനക്ക് വേണ്ടി സാക്ഷി പറഞ്ഞിട്ട് സ്വർഗം വാങ്ങിത്തരുമെന്ന്? ഇല്ല വാപ്പാ, ഒരിക്കലും നിന്റെ മക്കൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിനക്ക് അനുകൂലമായി സാക്ഷി പറയൂല. കാരണം പരലോകം അങ്ങനെയാ. നബി തങ്ങളെ പറഞ്ഞല്ലോ, ചെമ്പിന്റെ
ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാനെ ഒന്നും മലത്തിക്കടത്തി തരുമോ അല്ലാ. എന്റെ ഉമ്മാനെ ഗർഭം ചുമന്നത് 10 മാസം ഗർഭം ചുമന്ന മാതാവ് ആ ഉമ്മയെ കാണിച്ചിട്ട് പൊന്നാര മകള് പറയുന്നു, കാല് പൊള്ളുന്നു അല്ലാ, എന്റെ ഉമ്മാനെ ഒന്നും മലത്തിക്കടത്തി താ അല്ലാ. നെഞ്ചത്ത് കയറി ഞാനൊന്ന് ചവിട്ടി നിൽക്കട്ടെ അല്ലാ എന്ന് മക്കള് പറയുന്ന ദിവസമാണ് മഹ്ശറ. വാപ്പാ നിന്നെ കാണിച്ചിട്ട് മക്കള് റബ്ബിനോട് പറയുകയാ, എന്റെ വാപ്പാടെ നന്മയെടുത്ത് എനിക്കിതാ അല്ലാ, എന്റെ പാപം എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചോ, വാപ്പാനെ നരകത്തിലെറിഞ്ഞോ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറയുന്ന ദിവസമാണ് മഹ്ശറ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. പടച്ചവനെ ഒരാള് പോലും തിരിഞ്ഞു നോക്കാത്ത ദിവസമാണ് മഹ്ശറ. അതുകൊണ്ട് മക്കൾക്ക് മാതൃകയുള്ള വാപ്പയാകാൻ പറ്റിയിട്ടുണ്ടോ? മക്കൾക്ക് മാതൃകയാകുന്ന ഉമ്മയാകാൻ പറ്റിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല വാപ്പാ. നീയാണ് നിന്റെ മകനെ കള്ളം പറയാൻ പഠിപ്പിച്ചത്, നിന്റെ മക്കളെ ദുസ്വഭാവങ്ങൾ മുഴുവനും പഠിപ്പിച്ചത് നിങ്ങളാ. മക്കൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ എന്നെ പിഴപ്പിച്ചതെന്റെ വാപ്പയാ അല്ലാ, എന്റെ ഉമ്മയാ അല്ലാ, എന്നെ നരകത്തിലെറിയുന്നതിന് മുമ്പ് എന്റെ ഉപ്പാനെ വലിച്ചെറിയണേ പടച്ചവന്, എന്റെ ഉമ്മാനെ വലിച്ചെറിയണേ പടച്ചവന്. എന്റെ ഉമ്മയാണ് എന്നെ പിഴപ്പിച്ചത് അല്ലാ. ഞാൻ തെറ്റു ചെയ്തപ്പോ, അറിവില്ലാതെ ഞാനൊരു തെറ്റ് ചെയ്തപ്പോ തിരുത്തേണ്ടത് എന്റെ വാപ്പയായിരുന്നു റബ്ബേ, എന്റെ ഉമ്മയായിരുന്നു റബ്ബേ. ഇവര് തിരുത്തി തന്നില്ല അല്ലാ, തിരുത്തി തന്നില്ല അല്ലാ. അതുകൊണ്ട് നീ ആദ്യം ഇവരെ നരകത്തിലേക്ക് വലിച്ചെറിയടേ എന്ന് മക്കളെ പറയുന്ന ഒരു ദിവസം വരുമെന്ന് നബി തങ്ങളെ പഠിപ്പിക്കുമ്പോ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന താടിയുള്ള തഴമ്പുള്ള ഈ നാട്ടുകാരുടെ മുമ്പിൽ നെളിഞ്ഞു നടക്കുന്ന വാപ്പമാരെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തൊരു മനുഷ്യനെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അവനെ കാണുമ്പോ ജനങ്ങൾ മൂക്കുപൊത്തുകയാണ്, വല്ലാത്ത ദുർഗന്ധമാണ്. പുഴുത്തുനാറിയവനെ പോലെ നാണം കെടുത്തിയിട്ട് അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മനുഷ്യനുണ്ട്. അല്ലാഹു മുഖത്ത് നോക്കില്ല, അല്ലാഹു സംസാരിക്കില്ല, അല്ലാഹു കരുണയുടെ നോട്ടം നോക്കൂല, ഒരു പരിഗണനയും കൊടുക്കാത്ത വൃത്തികെട്ടവനാരെന്നറിയുമോ? തന്റെ മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പയാ, തന്റെ മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ. അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, വാപ്പാ നാട്ടുകാർ മുഴുവനും നീ മഹാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ രക്തത്തിൽ പറന്ന നിന്റെ മകള് പറയട്ടെ, നിന്റെ മകൻ പറയട്ടെ, എന്റെ വാപ്പ ഒരു നല്ല മനുഷ്യനാണ്, ഇതുപോലെ ഒരു വാപ്പയുടെ മകനാകാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നല്ലോ. എന്റെ ഉമ്മച്ചി അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന ഉമ്മയാ, എന്റെ ഉമ്മാടെ വയറ്റിൽ എനിക്ക് ജനിക്കാ റബ്ബ് ഭാഗ്യം തന്നല്ലോ എന്ന് നിന്റെ മക്കള് പറയണം പെങ്ങള്. ഉമ്മയെ കുറിച്ച് പറയുമ്പോ മക്കളുടെ കണ്ണ് നിറയണം പെങ്ങള്. വാപ്പയെ കുറിച്ച് പറയുമ്പോ മക്കള് പറയണം, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവില, എന്ത് നല്ല മനുഷ്യനായിരുന്നു ഉസ്താദ്, ഒരു വഖ്ത് പോലും എന്റെ ഉപ്പ മുടക്കാറില്ല, എന്റെ ഉമ്മ മുടക്കാറില്ല. അവരുടെ
ഏറ്റവും വലിയ റോൾ മോഡൽ അവരുടെ വാപ്പയായിരുന്നു. അവരുടെ ഏറ്റവും വലിയ റോൾ മോഡൽ ഉമ്മയായിരുന്നു. ഉമ്മയെ കണ്ടാ വളർന്നത്, വാപ്പയെ കണ്ടാ വളർന്നത്. 5 നേരം നിസ്കരിക്കുന്ന ഉമ്മ, 5 നേരം പള്ളിയിൽ പോകുന്ന വാപ്പ, ഖുർആൻ ഓതുന്ന ഉമ്മ, അല്ലാഹുവേ നന്മകൾ ചെയ്യുന്ന വാപ്പ, അല്ലാഹുവേ ശരീരം മറച്ചു പടച്ചവനെ പേടിച്ച് നടക്കുന്ന ഉമ്മ. ആ ഉമ്മയെ കണ്ട് വളരുന്ന മക്കളുണ്ടല്ലോ, പടച്ചവനെ ഒരിക്കലും തലതിരിഞ്ഞു പോകില്ല പെങ്ങള്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാതൃകയുള്ള മനുഷ്യനാകൂ, നിങ്ങൾ മാതൃകയുള്ള മനുഷ്യനാകൂ. ആദ്യം നന്നാകേണ്ടത് നീയാ വാപ്പാ. നീ ലോകം നന്നാക്കണ്ട, ആദ്യം നീയൊന്ന് നന്നാകൂ. നിന്നെ കണ്ടാണ് നിന്റെ ഭാര്യ നന്നാകുന്നത്, അവൾ നിന്റെ കൂടെ കിടക്കുന്നവളാണ്. നീ നല്ലവനാണെങ്കിൽ ചന്ദനം മണക്കുകയാണ്, നീ നല്ലവനാണെങ്കിൽ നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യ നല്ലവളാവുകയാണ്. അവള് നല്ലവളായ മക്കള് നല്ലവരാകും. മുസ്ലിമേ, നല്ലവരുടെ മടിത്തട്ടിലാ നല്ല മക്കള് ജനിക്കുന്നത്. നല്ലവരുടെ മടിത്തട്ടിലാണ്, നല്ലവരുടെ മടിത്തട്ടിലാണ് നല്ല മക്കള് ജനിക്കുന്നത്. അല്ലാതെ അള്ളാനെ മറന്ന് നടക്കുന്ന ഒരു പെണ്ണും പടച്ചവന് മക്കളെ വളർത്തിയാ നല്ലവരാകണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സ്വന്തം മക്കൾ അല്ലാഹുവോട് സാക്ഷി പറയണം, എന്റെ ഉമ്മ നല്ലവളാ അല്ലാ, എന്റെ വാപ്പ നല്ലവനാ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നമ്മുടെ മക്കള് സാക്ഷി പറഞ്ഞാൽ, നമ്മുടെ മക്കള് പറയണം നമ്മൾ നല്ലവനായിരുന്നു എന്ന്, എങ്കിൽ അല്ലാഹു നമുക്ക് സ്വർഗം തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയിനാ റസൂലുള്ളാഹി ഉറക്കെ പറ, നബിയിനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കള് പറയൂ നമ്മൾ നല്ലവരായിരുന്നു. എന്തേ വാപ്പ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയെ? സ്വന്തം മക്കള് തന്നെ ചോദിക്കുക, വാപ്പ ഏത് മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകും, നിങ്ങൾ എന്തേ വാപ്പ ഇങ്ങനെ ആയിപ്പോയെ? വാപ്പാനോട് ചോദിക്കാൻ പറ്റാത്തോണ്ട് ഉമ്മാനോടാ ചോദിക്കണേ. ഉമ്മ എന്തേ ഉമ്മ വാപ്പച്ചി ഇങ്ങനെ ആയിപ്പോയെ? ഉമ്മാനോട് വാപ്പാനോട് ചോദിച്ചാൽ തല്ലും. അതുകൊണ്ട് ഉമ്മാന്റെ അടുക്ക പോയി ചോദിക്കുന്നു, ഉമ്മച്ചി ഉമ്മ എന്താ വാപ്പ എന്താ ഇങ്ങനെ ആയിപ്പോയത്? അപ്പൊ ഉമ്മ പറയണ മറുപടി, പറഞ്ഞിട്ട് കാര്യമില്ലടാ, അതങ്ങനെ ആയിപ്പോയി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നേരെ വാപ്പാന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു, വാപ്പച്ചി ഇതിനെ എവിടുന്ന് കിട്ടി വാപ്പ? ഉമ്മാന്റെ അടുത്ത് പോയി ചോദിച്ചാൽ ചട്ടുവത്തിന് തല്ലും. അതുകൊണ്ട് ഉമ്മാനെ കുറിച്ച് ചോദിക്കുന്ന വാപ്പാന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, വാപ്പച്ചി ഇതിന് വേറെ ഒന്നും കിട്ടിയില്ല, ഇതിന് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരു സാധനത്തിന്? എന്തേ വാപ്പ ഇങ്ങനെ ആയിപ്പോയെ? പെട്ടടാ മോനെ, തലയിലായി പോയതാ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ നമ്മുടെ അവസ്ഥ. ഇവിടെ നമ്മളെ കുറിച്ച് നമ്മുടെ മക്കള് പറയട്ടെ നല്ലവനാണെന്ന്, അതിന് നീ എന്താ? നിന്നെ കണ്ടങ്ങാണ് നിന്റെ മോൻ വളർന്ന. അള്ളാഹുവേ നീ കാക്കണേ അല്ലാ, ആമീൻ പറ. അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നെങ്കിൽ സ്വർഗത്തിൽ പോവോ? നിന്നിൽ നിന്ന് നിന്റെ മകന് പഠിക്കാൻ എന്താ ഉള്ളേ? എടോ, നമ്മള് നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ പോലും ഇന്നത്തെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും അർഹതയില്ലാത്ത കാലമാണ്. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിച്ചിട്ടാണെങ്കിലും നിസ്കരിപ്പിക്കണമെന്നാ. നിങ്ങൾ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഉമ്മ ഒന്ന് കൈവക്കിക്ക്. പാപ്പമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. നിസ്കരിക്കാത്തതിന്റെ പേര് എങ്ങനെ കൈവക്കാനാ? നീയെങ്ങാണ് നിന്റെ മോനെ തല്ലാൻ പോയാ ഓ നിന്ന് ചിരിക്കും. നമ്മളെങ്ങാണ് നമ്മുടെ മക്കളെ തല്ലാൻ പോവാ, ഓടാ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ് തല്ലാൻ പോയാ അവൻ ചിരിക്കും. ആ ചിരിക്കകത്തൊരു അർത്ഥമുണ്ട്. എന്തെന്നറിയോ? എന്റെ പൊന്നു പാപ്പ, നിങ്ങളൊന്ന് ആദ്യം പള്ളിയിൽ പോ, പിന്നെ എന്നെ നന്നാക്കാൻ പാ. ഉമ്മ നിങ്ങളൊന്ന് ആദ്യം നന്നാകും. ആദ്യം നന്നാകേണ്ടത് നമ്മളാടോ? എടോ, നമ്മുടെ മക്കളെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറയണ്ടേ? അങ്ങനെ നല്ലത് പറയണമെങ്കിൽ നമ്മൾ നല്ലവരാകണം. നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ഒരു മാതൃകയും കാണാൻ കഴിയുന്നില്ല. നമ്മുടെ മക്കളെ നന്നാക്കാൻ നമ്മൾ നന്നാകണമല്ലോ, വീട് നന്നാകണമല്ലോ. ഒരു വാപ്പയാണല്ലോ വീട് നന്നാക്കേണ്ടത്. നിയമങ്ങള് ചെലവിന് കൊടുത്താൽ മാത്രം പോരല്ലോ. നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണല്ലോ. നിന്റെ വാപ്പ എങ്ങനെയാ വളർത്തിയേ? പെണ്ണെ, നീ വലിയ ചരിത്രമൊക്കെ പറയുമല്ലോ, നിന്റെ ഉമ്മ നിന്നെ എങ്ങനെയാ വളർത്തിയേ? ഇത് പറയുമ്പോ ഉസ്താദെ പണ്ട് അടിക്കാൻ പറ്റുമായിരുന്നു, ഇപ്പൊ അങ്ങനൊന്നുമല്ല. മക്കളൊക്കെ അങ്ങനെ പറഞ്ഞാൽ തിരിച്ചടിക്കും, പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു തല്ലും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ വളർത്തേണ്ട രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തണം. നമ്മുടെ മക്കളെ വളർത്തേണ്ട രീതിയിലും നമ്മൾ വളർത്തിയാൽ നമ്മൾ നല്ലവരായ നമ്മുടെ മക്കൾ നല്ലവരാകും. അള്ളാഹു നല്ല മക്കളാക്കി തരുമാറാകട്ടെ.
ബോറടിക്കുന്നുണ്ടോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. മക്കളെ വളർത്തണമെങ്കിൽ ആദ്യം നമ്മൾ നേരെയാകണം. നമ്മൾ നേരെയായാൽ നമ്മുടെ മക്കൾ നേരെയാകും. നമ്മൾ നേരെയായ നമ്മുടെ മക്കളെ നേരെയാകും. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ്? സീരിയൽ കണ്ടല്ല പഠിക്കേണ്ടത്, സിനിമ കണ്ടല്ല പഠിക്കേണ്ടത്, ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്ന നോവലുകളും കഥകളുമല്ല കണ്ടിട്ടല്ല വായിക്കേണ്ടത്. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു വാപ്പ തന്റെ പൊന്നാര മകളെ വളർത്തുകയാണ്. ഒരു വാപ്പ തന്റെ പൊന്നാര മകളെ വളർത്തുകയാണ്. വാപ്പയും ഉമ്മയും നല്ലവരായാൽ, വാപ്പയും ഉമ്മയും നല്ലവരായാൽ പടച്ചവനെ മക്കള് നല്ലവരാവുകയാണ്. നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. ഒരു വാപ്പയും ഉമ്മയും നല്ലവരായാൽ മക്കൾ എങ്ങനെയാണ് മാറുന്നതെന്ന് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന് പഠിപ്പിച്ചതെന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ്. ഫാത്തിമ എന്ന് പറയുന്ന തന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകളെ വളർത്തിയത്, ഫാത്തിമാനെ വളർത്തിയത് നബിതങ്ങളാണല്ലോ. ആ യതീമായ ഉമ്മ മരണപ്പെട്ടു പോയ മകളെ വളർത്തിയത് അല്ലാഹുവിന്റെ പ്രവാചകനാ. ഫാത്തിമയുടെ ചരിത്രം പഠിക്കണം പെങ്ങള്, ഫാത്തിമയുടെ ചരിത്രം പഠിക്കണം പെങ്ങള്. അല്ലാഹുവിന്റെ റസൂലും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഖദീജയുടെ മകളല്ലേ ഫാത്തിമ, നബിതങ്ങളുടെ മകളല്ലേ ഫാത്തിമ. എങ്ങനെയാണ് വാപ്പയും ഉമ്മയും വളർത്തിയതെന്നറിയോ? മക്കൾക്ക് മാതൃകയാകേണ്ടത് എങ്ങനെയാണെന്നറിയുമോ പെങ്ങളെ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 40 വയസ്സാണ് പെണ്ണെ. 40 വയസ്സുള്ള ഖദീജ ബീവിയാണ് 25 വയസ്സുകാരനായ മുത്തുനബി വിവാഹം കഴിക്കുന്നത്. രണ്ടുപേരുടെയും പ്രായം 15 വയസ്സിന്റെ വ്യത്യാസമാണ്. 15 വയസ്സിന്റെ ഡിഫറൻസ് ആണ് രണ്ടുപേർക്കും. 40-കാരിയെ 25-കാരനായ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുകയാ. പ്രവാചകനായിട്ടില്ല, പ്രേമിച്ച് കെട്ടിയതല്ല, നാട്ടുകാര് പിടിച്ച് കെട്ടിച്ചതല്ല. അള്ളാഹുവിന്റെ റസൂലിനും ഖദീജയ്ക്കും ഇഷ്ടമുണ്ടായിട്ട് വിവാഹം കഴിച്ചതാണ് പെങ്ങളെ. 25 കൊല്ലമാണ് ഇവര് രണ്ടുപേരും ജീവിച്ചിരുന്നത്. ഇവര് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി 25 വർഷമാണ് ജീവിച്ചത്. ഈ ഖദീജ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലാണ് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് ജനിക്കുന്നത്. അല്ലാ, ഫാത്തിമാനെ കാണുമ്പോ ഫാത്തിമായിക്ക് നബിതങ്ങളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു പെങ്ങളെ. ഉമ്മയെക്കാൾ സ്നേഹം വാപ്പയോടാണ്. പെൺമക്കൾക്ക് അങ്ങനാടോ? പെൺമക്കൾക്ക് അങ്ങനാടോ? വാപ്പമാരോട് വല്ലാത്ത സ്നേഹമാണ് പെങ്ങള്. സഹോദരാ, സഹോദരി, പെൺകുട്ടികൾക്ക് ഉപ്പമാരോട് വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെയായ ഫാത്തിമയ്ക്ക് നബിതങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്. എല്ലാവരും പറയും വാപ്പാടെ മോളാണ് വരുന്നത്, വാപ്പയുടെ മകളാണ് വരുന്നത്. ഖദീജ ബീവിക്ക് പടച്ചവനെ കേട്ട് കേട്ട് പിന്നെ അതൊരു രസമായി മാറി. മുഹമ്മദാ പറയുന്നു വാപ്പയുടെ മകളാണ്. ഫാത്തിമ, നീ നടന്നു വരുന്നത് കണ്ടാ നബിതങ്ങൾ വരുന്നത് പോലെയാണ്. നിന്റെ നടത്തവും നിന്റെ നോട്ടവുമെല്ലാം റസൂലുള്ള നോക്കുന്നത് പോലെയാണ്. എല്ലാവരും ഫാത്തിമാനെ നോക്കിയിട്ട് പറയുമായിരുന്നു, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ. അല്ലാ, 65 വയസ്സായി പെണ്ണേ. 65 വയസ്സുള്ള ഖദീജ കുളിച്ചു ഒരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്നത് 65 വയസ്സുകാരി കാത്തു നിൽക്കുകയാണ്. നബിതങ്ങൾ വന്നപ്പോ
സലാം പറയുന്നു, സലാം അടക്കുകയാണ്. നബി തങ്ങളെ സ്വീകരിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവച്ചു. അല്ലാഹുവിന്റെ പ്രവാചകനും ഖദീജ ബീബിയും കഴിക്കാനിരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് കണ്ടു വളരുകയാ. വാപ്പയും ഉമ്മയും കൂടെ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുകയാണ്. അന്ന് ഫാത്തിമയുടെ വയസ്സ് 15 14 വയസ്സാണ്. ആ 14 വയസ്സുകാരി കാണുന്ന രംഗമെന്തെന്നറിയുവോ? വാപ്പയും ഉമ്മയും കൂടെ ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാ. പറയാൻ കഴിയുമോ സഹോദരാ? ആ പൊന്നുമോള് നോക്കുമ്പോ വാപ്പയും ഉമ്മയും കൂടെ ഒരു പാത്രത്തിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഉമ്മ നബിയോട് ഭർത്താവിനോട് പറയുകയാണ്. ആ പൊന്നുമോള് നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? ഉമ്മയതാ വാപ്പയോട്, അതാ ഭർത്താവിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്കിത്തിരി ഭക്ഷണം വാരിത്തരുമോ നബിയേ? ഫാത്തിമ കാണുകയാണ്. ഉമ്മ വാപ്പയോട് ചോദിക്കുന്നു, എനിക്കൽപ്പം ഭക്ഷണം വാരിത്തരുമോ? അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുന്ന മുഖത്തോട് ഖദീജ ബീവിയുടെ വായിലേക്ക് ഭക്ഷണം വാരിക്കൊടുക്കുകയാണ്. പടച്ചവനെ, ഉമ്മ ചോദിക്കുന്നു, നബിയേ ഞാനും വാരിത്തരട്ടെ നബിയേ, ഞാനും വാരിത്തരട്ടെ നബിയേ. വാരിത്താ ഖദീജ. ഭർത്താവ് ഭാര്യയ്ക്ക് വാരിക്കൊടുക്കുന്നു, ഭാര്യ ഭർത്താവിന് വാരിക്കൊടുക്കുന്നു. എന്തൊരു സ്നേഹമാപങ്ങള്, എന്തൊരു സ്നേഹമാപങ്ങള്. ഈ നാട്ടിലെ ഏറ്റവും നല്ല ഭവനം ഏതെന്നറിയുമോ? നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഏതെന്നറിയുമോ? ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ നാട്ടിലെ ഏറ്റവും നല്ല ബറക്കത്തുള്ള വീട് ഏതാ? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറല്ല ഈമാൻ നൽകുമാറാകട്ടെ. ഈ അടുത്ത കാലത്തെങ്ങാനും നീയും നിന്റെ ഭാര്യയും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ താത്താമാരെ? ആണുങ്ങളോട് ചോദിക്കുന്നില്ല. ഭർത്താവും ഭാര്യയും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം ഏതെങ്കിലും ഒരു താത്ത ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. വേണ്ട, എനിക്ക് നാണം കാണാൻ വയ്യ. ആകെ 3 പേര് പൊക്കി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതാ നമ്മുടെ വീടിന്റെ അവസ്ഥ. ഈ ഫാത്തിമ എന്ന് പറയുന്ന മകള് കാണുന്നുണ്ട്, വാപ്പാടെ വായിലേക്ക് ഉമ്മ ഭക്ഷണം വാരി കൊടുക്കുന്നു, ഉമ്മയുടെ വായിലേക്ക് വാപ്പ ഭക്ഷണം വാരി കൊടുക്കുന്നു. എത്രാമത്തെ വയസ്സിൽ? 65-ാമത്തെ വയസ്സിൽ. 65-ാമത്തെ വയസ്സിൽ ഭക്ഷണമെല്ലാം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മടിയിൽ ഞാനൊന്ന് തലവെച്ച് കിടക്കട്ടെ നബിയേ, അങ്ങയുടെ മടിയിൽ ഞാനൊന്ന് തലവെച്ച് കിടക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കിടക്ക് ഖദീജ, കിടക്ക് ഖദീജ. തന്റെ ഭാര്യയെ പിടിച്ചു മടിയിൽ കിടത്തുകയാണ്. അങ്ങനെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65 വയസ്സുള്ള വൃദ്ധയാണ്. നബി തങ്ങളുടെ മടിയിലാണ് കിടക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുകയാണ്, നബി തങ്ങളോട് സംസാരിക്കുകയാണ്. നബി തങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. അവിടത്ത് ചോദിച്ചു, ഖദീജ, എന്തിനാ ഖദീജ എന്നെ വല്ലാതെ നോക്കുന്നത്? എന്തിനാണ് ഖദീജ? എന്തൊരു ഗ്ലാമറാണ് നബിയേ, എന്തൊരു സൗന്ദര്യമാണ് നബിയേ. 65 വയസ്സുകാരി തന്റെ ഭർത്താവിനോട് പറയുന്നു, നിങ്ങൾക്ക് വല്ലാത്ത ഗ്ലാമറാ ഏ ഖദീജ. 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ, നീയും പുറകോട്ടല്ലോ ഖദീജ. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളെന്ന് പറയുന്ന ഭർത്താവിനോട് പറയുകയാണ്, നബിയേ,
25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ വിവാഹം കഴിച്ചിട്ട് കുടുംബജീവിതം നടത്താൻ തുടങ്ങിയിട്ട് 25 കൊല്ലമായി നബിയേ. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ യാ റസൂലല്ലാഹ്. നബി തങ്ങൾ ചോദിക്കുന്നു, ഖദീജ എന്തേ ഖദീജ പൊരുത്തം ചോദിക്കുന്നത് എന്തിനാണ് ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ മരണം അടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണം അടുത്തിരിക്കുന്നു നബിയേ. നിങ്ങളെ പൊരുത്തം ചോദിച്ച ഖദീജ ആരാണെന്നറിയോ? അള്ളാന്റെ റസൂലിനെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ആ ഖദീജയുടെ പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു സ്വർഗത്തിലൊരു മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം പണിത് വെച്ചിട്ടുണ്ട്. ആ കൊട്ടാരം ഖദീജയ്ക്കുള്ളതാണ്, ആ കൊട്ടാരം ഖദീജയ്ക്കുള്ളതാണ്. എന്തിനാണ് ആ കൊട്ടാരം അള്ളാഹു കൊടുക്കുന്നതെന്നറിയോ? 25 കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കപ്പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല, ഒരിക്കപ്പോലും സംസാരിച്ചിട്ടില്ല. നബി തങ്ങളുടെ മുമ്പിൽ ഖദീജയുടെ ശബ്ദമുയർന്നിട്ടില്ല. നബിയെക്കാളും മൂത്തതാണ്, നബിയെക്കാളും 15 വയസ്സ് കൂടുതലാണ്. അല്ലാഹുവേ, ഖദീജ എന്നിട്ട് പോലും നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിലാണ്. നബിയാകാത്ത സമയത്ത് പോലും ഖദീജയുടെ ശബ്ദമുയർത്തിയിട്ടില്ല. ആ ഖദീജയാണ് നബി തങ്ങളുടെ കൈപിടിച്ച് പൊരുത്തം ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പരാതിയില്ല ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, യാത്ര പറയല്ലേ ഖദീജ, നീ പോവുകയാണോ ഖദീജ? പിരിയുമ്പോ നബി തങ്ങൾ കയ്യുകയാ. തന്റെ ഭർത്താവിനോട് ഞാൻ മരിക്കാൻ പോകുകയാണെന്ന് ഭാര്യ പറയുമ്പോ റസൂലുള്ളാഹി കരഞ്ഞു. പെങ്ങള് നബി തങ്ങൾ അവിടെ നിന്ന് കരയുകയാണ്. എനിക്ക് പൊരുത്തമാ ഖദീജ, എനിക്ക് നിന്നോട് പൊരുത്തമാ ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേക്കുകയാണ്. അല്ലാഹ് തന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് കാണുന്നു തന്റെ ഉമ്മയുടെ മരണം എങ്ങനെയാണെന്ന്, തന്റെ ഉമ്മ എങ്ങനെയാണ് മരിക്കുന്നതെന്ന്. ആ 10-15 വയസ്സുള്ള മകള് കാണുകയാണ്. ഉമ്മ മരിക്കുന്നത് എങ്ങനെയെന്നറിയോ? വാപ്പാനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തന്റെ ഭർത്താവിന്റെ മടിയിൽ തല വെച്ച് കിടന്ന് ഭർത്താവിനോട് പൊരുത്തം ചോദിച്ച് അവസാനം ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഖദീജ എന്ന ഭാര്യ പറയുന്നു, നബിയേ, എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എനിക്കിഷ്ടമല്ല നബിയേ, ഒരാളും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല, പെണ്ണുങ്ങൾ പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ശരീരം കണ്ട മനുഷ്യൻ നിങ്ങളാണ്, നിങ്ങളാണ് എന്റെ ശരീരം കണ്ടത്, നിങ്ങളാണ് എന്റെ ശരീരത്തിൽ തൊട്ടത്. ഇനി വേറെ ഒരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ, അതുകൊണ്ട് നിങ്ങൾ വേണം എന്നെ കുളിപ്പിക്കാൻ. നബി തങ്ങൾ മിണ്ടാതെ ഇരിക്കുകയാണ്. 65 വയസ്സുകാരി കരയുകയാണ്. റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ഖദീജ പറയുന്നു, സമ്മതിക്കു നബിയേ, സമ്മതിക്കു നബിയേ, സംസാരിക്കാൻ. നബി തങ്ങളോട് പറയുകയാ സമ്മതിക്കാൻ. അവസാനം നബി തങ്ങൾ സമ്മതിക്കുകയാണ്. ഞാൻ കുളിപ്പിക്കാം ഖദീജ, ഞാൻ കുളിപ്പിക്കാം ഖദീജ. ഉമ്മാടെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? വാപ്പയോട് പറയുന്നു, നബിയേ, എന്റെ
ജനാസ പൊതിയുമ്പോ നിങ്ങൾ എപ്പോഴും പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, അതെന്റെ കഫം തുണിക്കകത്ത് വെക്കണം നബിയേ, അത് വേണം നബിയേ, അതെനിക്ക് വേണം നബിയേ. കാരണം ഖിയാമത്ത് നാൾ വരെ ഈ ഖദീജ ഖബറിനകത്ത് ഒറ്റയ്ക്ക് കിടക്കണ്ടവളാ നബിയേ. എനിക്ക് പേടിയാ നബിയേ, നിങ്ങളില്ലാതെ എനിക്ക് ഉറക്കം വരില്ല നബിയേ. നിങ്ങളുടെ സുഗന്ധം എനിക്ക് വേണം, നിങ്ങളുടെ സുഗന്ധം എനിക്ക് വേണം. എന്റെ കഫം തുണിക്കകത്ത് നിങ്ങളുടെ പുതപ്പ് വെക്കണം നബിയേ. നബി തങ്ങൾ സമ്മതിക്കുകയാണ്. ഖദീജ എന്ന് പറയുന്ന ഉമ്മ നബി തങ്ങളോട് പറയുന്ന മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? എന്റെ ഖബറിൽ ഇറങ്ങണം നബിയേ, എന്റെ ഖബറിൽ ഇറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ മയ്യത്തിറക്കി വെക്കാൻ, നിങ്ങൾ വേണം എന്റെ മയ്യത്തിറക്കി വെക്കാൻ. എന്റെ ജനാസയ്ക്ക് പിടിമണ്ണ് വാരി വെക്കേണ്ടത് യാ റസൂലല്ലാഹ് നിങ്ങളായിരിക്കണം നബിയേ. നബി തങ്ങൾ അതും സമ്മതിക്കുകയാണ്. അതാ ഖദീജ ലോകത്തോട് വിട പറയുകയാണ്, ഖദീജ ലോകത്തോട് വിട പറയുകയാണ്. ജനാസ കുളിപ്പിച്ചത് നബി തങ്ങളാണ്. കഫൻ തുണി പൊതിയുമ്പോ ചുംബിച്ചിട്ടാണ് ഷാളി നബി തങ്ങൾ വെച്ചത്. ഖദീജയുടെ ഖബറിനകത്തിറങ്ങിയിട്ട് ജനാസ നബി തങ്ങളാണ് ഇറക്കി വെച്ചത്. പെങ്ങളെ, ഫാത്തിമയുടെ ഉമ്മയുടെ മരണം അങ്ങനെയായിരുന്നു, ഫാത്തിമയുടെ ഉമ്മയുടെ മരണം അങ്ങനെയായിരുന്നു. ആ ഫാത്തിമയുടെ വാപ്പയുടെ മരണം എങ്ങനെയായിരുന്നെന്നറിയുമോ? 63-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകനദാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. നബി തങ്ങൾ വരിക്കാൻ വേണ്ടി ആ വഫാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിലാണ് നബി തങ്ങൾ തലവെച്ചിരിക്കുന്നത്. ഫാത്തിമ നബി തങ്ങളുടെ ചാരത്തുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിലേക്ക് തലവെക്കുകയാ. ആയിഷ ബീബി നബി തങ്ങളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അല്ലാഹുവേ, വാപ്പ എങ്ങനാണ് മരിക്കുന്നതെന്നറിയുമോ? ഭാര്യതാ വായിക്കകത്ത് മിസ്വാക്ക് വെക്കുകയാണ്. ആയിഷ ബീവി വായിക്കകത്ത് മിസ്വാക്ക് വെച്ച് അവിടുന്ന് ചവച്ചിട്ട് ആ മിസ്വാക്ക് നബി തങ്ങളുടെ വായിലേക്ക് വെച്ചിട്ട് പല്ല് തേച്ചു കൊടുക്കുകയാ. നബി തങ്ങൾ അത് കുടിച്ചിറക്കിയടോ. താരിക തന്റെ ഭാര്യയുടെ ഉമ്മനീര് കുടിച്ചിറക്കി. അല്ലാഹുവിന്റെ പ്രവാചകനതാ ആയിഷ ബീവിയുടെ നെഞ്ചത്ത് കിടന്നിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. ഈ നബി തങ്ങളുടെയും ഈ ഖദീജയുടെയും മകളാണ് മഹദിയായ ഫാത്തിമ. ആ ഫാത്തിമ ബീവി മരിച്ചത് എങ്ങനെയാണെന്നറിയുമോ പെങ്ങള്? ഖദീജ എന്ന ഉമ്മ, നബി തങ്ങൾ എന്ന് പറയുന്ന വാപ്പ, ഈ രണ്ട് മരണവും കണ്ണുകൊണ്ട് കണ്ടവളാ ഫാത്തിമ. ഈ രണ്ട് മരണവും കണ്ണുകൊണ്ട് കണ്ടവളാ ഫാത്തിമ. 29-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ മരിക്കുന്നത്. 50 കൊല്ലമൊന്നും ജീവിച്ചില്ല പെങ്ങളെ. 29 വയസ്സുകാരി കുളിച്ചുരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുകയാണ്. ഉമ്മയായ 65 വയസ്സുകാരി നിന്നതുപോലെ ഫാത്തിമ 29-ാമത്തെ വയസ്സിൽ കുളിച്ചുരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുകയാ. അതാ വരുന്നു സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. തന്റെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അലിയാർ തങ്ങളുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടന്നു. എന്നിട്ട് പറഞ്ഞു, അലിയേ, എനിക്ക് പൊരുത്തം തരുമോ അലിയേ, എനിക്ക് പൊരുത്തം തരുമോ അലിയേ, എന്റെ മരണം അടുത്തിരിക്കുന്നു അലിയേ. അലിയാര് തങ്ങളോട് യാത്ര പറയുകയാണ്. ഉമ്മ വാപ്പയോട് പറഞ്ഞത് 3 വസിയത്താണ്, മകള് ഭർത്താവിനോട് പറഞ്ഞതും 3 വസിയത്താ. ഉമ്മ ഭർത്താവിനോട്, ഉമ്മ വാപ്പയോട് പറഞ്ഞതും 3 വസിയത്താണ്. അതുപോലെ ഫാത്തിമ എന്ന് പറയുന്ന മകള് തന്റെ ഭർത്താവിനോട് 3 വസിയത്ത് ചെയ്തു. 1-ാമത്തെ വസിയത്ത് എന്തെന്നറിയുമോ? അലിയേ, ഞാൻ മരിച്ചാൽ എന്നെ പകല് ഖബറടക്കരുത് അലിയേ, എന്നെ രാത്രിയിലേ ഖബറടക്കാവൂ, എന്നെ രാത്രിയിലേ ഖബറടക്കാവൂ. എന്തേ ഫാത്തിമ,
എന്തേ ഫാത്തിമ രാത്രിയിലെ കബറടക്കാവൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതാലിയാര് തങ്ങളോട് പറയുകയാണ്, എന്റെ ജനാസ പൊതിയുന്നത്, എന്റെ ജനാസ ചുമക്കുന്നത്, എന്റെ ജനാസ ഖബറിലിറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ് അലിയേ. വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ, അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. ഉമ്മ വാപ്പയോട് പറഞ്ഞത്, നിങ്ങൾ കണ്ട ശരീരം ഒരു പെണ്ണു പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ഉമ്മാടെ മകള് പറയുകയാണ്, പകലാണ് എന്റെ ജനാസ കൊണ്ടുപോകുന്നതെങ്കിൽ നാട്ടുകാരന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ, അതുകൊണ്ട് എന്നെ പകല് കബറടക്കരുത് അലിയേ. രാത്രിയിലാണ് കബറടക്കേണ്ടത്. പെങ്ങളെ, നല്ല ഉമ്മയായ നല്ല വാപ്പയായ നമ്മുടെ മക്കള് നമ്മളെ കണ്ട് വളരുമടോ. നമ്മുടെ മക്കള് നമ്മളെ കണ്ടാണ് വളരുന്നത്. അവരുടെ ഗുരുനാഥൻ നമ്മളാണ്. ആദ്യത്തെ ഉസ്താദ് വാപ്പാ നീയാണ്. നിന്നെ കണ്ടാണ് നിന്റെ മക്കള് വളരുന്നത്. അതുകൊണ്ട് പെങ്ങന്മാരെ, മക്കളെ നല്ലതുപോലെ വളർത്തണേ, മക്കളെ നല്ലതുപോലെ വളർത്തണേ. അവരെ മര്യാദ പഠിപ്പിക്കണേ, അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ, അവരെ നിസ്കരിക്കാൻ പഠിപ്പിക്കണേ, അവരെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കണേ, അവര് ദീനുമായിട്ട് അടുപ്പിക്കണേ. അല്ലെങ്കിൽ പെങ്ങളെ, അല്ലാഹുവിന്റെ പരലോകത്ത് നിന്റെ മക്കൾ അല്ലാഹുവേ നിന്നെ പിടിച്ചു നിർത്തും. പെങ്ങളെ, അല്ലാഹുവോട് പറയും, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് എന്റെ വാപ്പാനെ വലിച്ചെറിയണേ അല്ലാ, എന്റെ ഉമ്മാനെ വലിച്ചെറിയണേ അല്ലാ എന്ന് മക്കള് നാളെ പറയുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മന്നസിനാ അലൈഹി അർബഅത്തു ഖൈറാ വജബതു ലഹുൽ ജന്നാ. 4 പേര് നല്ലത് പറഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ, ആ 4 പേര് രണ്ടാമത്തെ ആളാരാ? സ്വന്തം മക്കളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി